നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥികൾക്കുമുണ്ട് ചില വിശേഷങ്ങൾ. എന്താണെന്നല്ലേ? നവ്യ ഹരിദാസ് തലയുയർത്തിപ്പിടിച്ച് ചുരമിറങ്ങുമ്പോൾ പാലക്കാട്ടും ചേലക്കരയിലും അതല്ല അവസ്ഥ. എന്തായാലും നവ്യ ഹരിദാസിന് തല ഉയർത്തിപ്പിടിച്ച് ചുരമിറങ്ങാം. പ്രിയങ്ക ഗാന്ധിയുടെ ഉജ്ജ്വല വിജയത്തിനായി കോൺഗ്രസ് സർവ്വസന്നാഹങ്ങളുമായി പ്രവർത്തിച്ചപ്പോൾ ഇതൊന്നുമില്ലാതെയാണ് നവ്യ പോരാടിയത്. 9 വർഷം കോഴിക്കോട് കോർപ്പറേഷനിൽ കൗൺസിലറായി പ്രവർത്തിച്ചതിന്റെ അനുഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നവ്യയ്ക്ക് മുതൽക്കൂട്ടായി. പാലക്കാട്ടെ കൃഷ്ണകുമാറിന്റെ അവസ്ഥ എന്നാൽ അങ്ങനെയല്ല. പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്ന ആളാണ് കൃഷ്ണകുമാർ. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് ജയിക്കാൻ ലക്ഷ്യം വെച്ചല്ല, കോടിക്കണക്കിന് രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഗൂഢലക്ഷ്യമാണ്. നമുക്ക് മുന്നേ മറ്റാരും ജയിക്കേണ്ടെന്ന ചിന്തയും സുരേന്ദ്രനും സംഘത്തിനും ഉണ്ടായിരുന്നു. തുറന്നു പറയുന്നത് BJP വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരാണ്. ചേലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തോറ്റതിൽ തന്റെ കണക്കു തെറ്റി. പരിശോധന ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. കാടിളക്കി പ്രചരണം നടത്തിയിട്ടും ദേശീയ നേതാക്കളുടെ കുത്തൊഴുക്ക് ഉണ്ടായിട്ടും കെ സുരേന്ദ്രൻ വയനാട്ടിൽ നേടിയത് 1.4 ലക്ഷം വോട്ടുകൾ മാത്രം. സുരേഷ് ഗോപി ഒഴികെയുള്ള നേതാക്കൾ ആരും എത്താതിരുന്ന പ്രചരണത്തിൽ പ്രവർത്തകരെ കൂടെ നിർത്തി നവ്യ ഹരിദാസ് BJPക്ക് വേണ്ടി നേടിയത് 1.1 ലക്ഷം വോട്ടുകൾ. പ്രിയങ്ക തരംഗത്തിൽ തീർത്തും മുങ്ങിപ്പോകാതെ BJPയെ പിടിച്ചു നിർത്തിയത് നവ്യ ഹരിദാസിന്റെ മികച്ച പോരാട്ടം. കഴിഞ്ഞ തവണ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലത്താണ് വയനാട്ടുകാർക്ക് തീർത്തും അപരിചിതയായ നവ്യ ഹരിദാസ് അപ്രതീക്ഷിതമായി ചുരം കയറിയെത്തിയത്. നവ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചതിലൂടെ മത്സര രംഗത്തു നിന്നും NDA പിൻവലിഞ്ഞു എന്ന തോന്നൽ അണികൾക്കിടയിൽ പോലും ഉണ്ടായി. എന്നാൽ പ്രചരണം തുടങ്ങി ആദ്യ ഘട്ടത്തിൽ തന്നെ വയനാട്ടുകാർക്കിടയിലേക്ക് ഇറങ്ങാൻ നവ്യയ്ക്കായി. വയനാട്ടിലെ പാർട്ടി പ്രവർത്തകർ ഒപ്പം നിന്നതോടെ പ്രചരണത്തിൽ ബഹുദൂരം മുന്നോട്ട് പോകാനുമായി. പ്രിയങ്ക പ്രഭാവത്തിലും മികച്ച പ്രകടനമാണ് NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നടത്തിയത്. മണ്ഡലം രൂപീകരിച്ച 2009 കേവലം 30,000-ൽ പരം വോട്ടുകൾ മാത്രം ലഭിച്ച BJP ആണ് ഇപ്പോൾ 1 ലക്ഷത്തിലധികം വോട്ടുമായി തിളങ്ങുന്നത്. കെ സുരേന്ദ്രനുമായി താരതമ്യം ചെയ്യുമ്പോൾ നവ്യ ഹരിദാസ് എല്ലാം കൊണ്ടും പുതുമുഖമാണ്. എന്നിട്ടും 1.1 ലക്ഷത്തോളം വോട്ട് നേടാനായത് വൻ നേട്ടമാണ്. സുരേഷ് ഗോപി മാത്രമാണ് താരപ്രചാരകനായി വയനാട്ടിലെത്തിയത്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് പോലും ദേശീയ നേതാക്കന്മാരും പ്രചരണത്തിനെത്തിയില്ല. വയനാട്ടിലെ പ്രവർത്തകർ തന്നെയാണ് പ്രചാരണം നയിച്ചത്. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ദേശീയ നേതാക്കളുടെ ഒഴുക്കായിരുന്നു വയനാട്ടിലേക്ക്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഉൾപ്പെടെയുള്ള നേതാക്കൾ വയനാട്ടിലെത്തി. സുരേന്ദ്രന് വേണ്ടി മുക്കിലും മൂലയിലും വരെ പ്രചരണം നടത്തുകയും കൂറ്റൻ പോസ്റ്ററുകൾ ഉയർത്തുകയും ചെയ്തു. ആദിവാസി കോളനികളിൽ BJP പ്രവർത്തകർ വിതരണം ചെയ്ത കിറ്റുകൾ പിടിച്ചെടുത്തതുൾപ്പെടെ വിവാദമായിരുന്നു. എന്നിട്ടും 1,41,045 വോട്ടാണ് നേടിയത്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും നവ്യ ഹരിദാസ് 1.1 ലക്ഷത്തോളം വോട്ടുകൾ നേടിയത് സാധാരണ പ്രവർത്തകരുടെ അധ്വാനം കൊണ്ട് മാത്രമാണ്. ഇത്തവണ ക്രിസ്ത്യൻ വോട്ടുകൾ നല്ല രീതിയിൽ സ്വരുക്കൂട്ടാൻ BJPക്കായി എന്നാണ് നിരീക്ഷകരുടെ അനുമാനം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ മുനമ്പം പ്രശ്നം ഉയർന്നു വന്നത് NDAയുടെ പ്രധാന പ്രചരണ ആയുധമായിരുന്നു. വൈദികരെയും സന്യസ്തരെയും സന്ദർശിച്ചപ്പോഴെല്ലാം നവ്യ ഹരിദാസ് ഈ വിഷയം അവതരിപ്പിക്കുകയും പാർലമെന്റിൽ പ്രശ്നം ഉന്നയിക്കുമെന്നും പറഞ്ഞു. സുരേഷ് ഗോപി പ്രചാരണത്തിനെത്തിയപ്പോഴും വഖഫ് ബോർഡ് തന്നെയായിരുന്നു പ്രധാന പ്രസംഗ വിഷയം. പാലക്കാട് വിജയിക്കുകയായിരുന്നില്ല, വിജയമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഒരിക്കലും കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുമായിരുന്നില്ല. തങ്ങൾക്ക് മുൻപ് മറ്റൊരാൾ ജയിക്കേണ്ടെന്നായിരുന്നു അവരുടെ ചിന്ത. പാലക്കാട്ടെ മുതിർന്ന നേതാക്കളെ പോലും അവർ ഒതുക്കിയെന്നും സന്ദീപ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാലക്കാടേക്ക് വന്നത് കോഴിക്കോട് നിന്നുള്ളവരാണ്. അവർക്ക് അവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ച ചരിത്രം പോലും ഇല്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോഴിക്കോട്ടെ പ്രവർത്തകരെക്കാൾ ഗ്രാഹ്യം പാലക്കാട്ടെ പ്രവർത്തകർക്കാണ്. ആ പ്രാദേശിക നേതാക്കളെ എല്ലാം ഒതുക്കി ശിവരാജേട്ടനെ പോലൊരു മുതിർന്ന നേതാവിന് കൊടുത്തത് ഒരു ബൂത്തിന്റെ ചുമതലയാണ്. മുനിസിപ്പൽ വൈസ് ചെയർമാന് മെമ്പർഷിപ്പ് ക്യാമ്പിന്റെ ചുമതലയാണ് നൽകിയത്. ഇതൊക്കെയാണ് സന്ദീപ് വാര്യരുടെ ആരോപണം. ചേലക്കരയിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ കലഹം ഉടലെടുത്തിരിക്കുകയാണ്. പാലക്കാടേക്കാൾ മെച്ചപ്പെട്ട പ്രചാരണം നടത്തിയിട്ടും ചേലക്കരയിൽ തോറ്റത് സംഘടനാ ദൗർബല്യം കൊണ്ടാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് അടക്കം നേതാക്കൾ കുറ്റപ്പെടുത്തി. ചേലക്കരയിലുണ്ടായ തോൽവി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ചേലക്കരയിലെ പരാജയവും വയനാട് പാലക്കാട് വിജയങ്ങളും പരിശോധിക്കും. നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. നേതൃത്വത്തിനും അതുകൊണ്ട് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്ന ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് 2 മാസം മുൻപേ 177 ബൂത്തുകളിലുമെത്തി നേതാക്കൾ നടത്തിയ പ്രവർത്തനം
മുതിർന്ന നേതാക്കൾ തന്നെ പഞ്ചായത്ത് ചുമതല ഏറ്റെടുത്തു എന്നിവ ഫലം കണ്ടില്ല. എന്നിട്ടും തോറ്റതിന്റെ അമർഷമാണ് ചേലക്കര കോൺഗ്രസിന്റെ മണ്ഡലം വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണുന്നത്. 3 മാസം മുൻപ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനം കൈയൊഴിഞ്ഞ സ്ഥാനാർത്ഥിയെ വീണ്ടും അതേ ജനത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കിയതിന് കിട്ടിയ തിരിച്ചടിയാണെന്നാണ് പ്രാദേശിക നേതാക്കൾ പങ്കുവയ്ക്കുന്ന വികാരം. ഉത്തരവാദിത്തം പൂർണ്ണമായും സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് തന്നെയെന്നും അവർ പറയുന്നു. എന്നാൽ ജില്ലയിലെ സംഘടനാ ദൗർബല്യം തിരിച്ചടിയായെന്നാണ് KPCC ഉപാധ്യക്ഷന്റെ വാദം. അതിനിടെ ജില്ലയിലെ ചില നേതാക്കൾക്കെതിരെ KPCC നേതൃത്വത്തിന് പരാതി പോയതായും സൂചനയുണ്ട്. വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ പഞ്ചായത്തുകളിൽ ജയിക്കാൻ ഒരു ശ്രമം പോലും നടത്തിയില്ലെന്നാണ് ഒന്നാമത്തെ പരാതി. തിരുവല്ലുവാമലയിൽ കോൺഗ്രസ് 3ാമതായി പോയതിനാണ് രണ്ടാമത്തെ പഴി.